എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കാം. Nine of Pentacles, 11 ആണ് ജസ്റ്റിസ് എനർജി, 10 of Wands, Tower moment, 2 of Pentacles, 7 of Wands. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ശുഭവാർത്തയോട് കൂടിയിട്ടായിരിക്കും. ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാനുള്ള ഒരു അവസരം ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ പുതിയൊരു ജോലി ലഭിക്കുന്നതായിരിക്കാം, മറ്റെന്തെങ്കിലും നിങ്ങൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ സാധ്യമാകുന്നതാവാം. ജോലിയും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് സാധ്യതകൾ ഏറി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജോലി ഉള്ളവരെ പുതിയ ജോലിയിലേക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലിക്കുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അതെല്ലാം കുറച്ച് നാളുകളായിട്ട് ജോലി ഇല്ലാതിരിക്കുന്നവര്, പ്രത്യേകിച്ച് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവര്, അപ്പം അങ്ങനെ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു ഉയർച്ച എന്ന് പറയുമ്പോൾ ശമ്പള വർധനവ് എന്നുള്ള രീതിയേക്കാൾ കൂടുതൽ മറ്റ് വഴികളിലൂടെ സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ ദൂരത്തായിരിക്കാം, അമിതമായിട്ട് പൈസ ചെലവാക്കും, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ചെലവാക്കുന്നു, എവിടെ എങ്ങനെ ചെലവാക്കുന്നു എന്നറിയാതെ ചെലവാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എങ്ങനെ ധനം അനാവശ്യമായിട്ട് നഷ്ടപ്പെടുത്താതെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതുമാവാം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, മറ്റ് ഉള്ള പൈസ ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ലാഭം ലഭിക്കുന്നതും, സൈഡായിട്ട് എന്തെങ്കിലും ചെറിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിനും ഒക്കെയുള്ളൊരു സാധ്യത ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ബിസിനസ് സ്ഥാപിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ, വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് 4 കാശ് കയ്യിലുണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരമുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നതിനുള്ളൊരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോൾ ജോലി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജോലിയിലുള്ള ഒരു പ്രൊമോഷനേക്കാൾ കൂടുതൽ മറ്റു വഴികളിലൂടെ ധനം സമ്പാദിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ കേസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് വിഷമത്തിലായിട്ടുള്ളവർക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിയമക്കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിയമപരമായിട്ടൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സംതൃപ്തിയും സന്തോഷവും നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ, നമ്മളുടെ കൈകളിലല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ കഴിവിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ പലതും ദൈവം ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം നിങ്ങളുടെ വഴിയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വഴിയിലൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്തിടെയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് മറ്റാളുകളിൽ നിന്ന്, അതായത് മറ്റുള്ളവരിൽ നിന്ന് ശത്രുതാ മനോഭാവം മറ്റുള്ളവർ നിങ്ങളോട് കാണിക്കുന്നതായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലുള്ളവരാണെങ്കിലോ മറ്റുള്ളവരാണെങ്കിലോ ഒക്കെ ഒരു ശത്രുതാ മനോഭാവം നിങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ദ്രോഹിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും അതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾ അതിനെ നിയമപരമായിട്ട് നേരിടുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിയമക്കുരുക്കുകളും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു കിടക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ
10 ഓഫ് ഫോൺസ് എനർജിയാണ്, വിദേശവാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളേക്ക് മാറ്റം ആഗ്രഹിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിലും മാറ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ കടമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ധനം സമ്പാദിക്കാൻ നിങ്ങളെ ബലമായിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരുന്നത്, നിങ്ങളായിട്ട് ആഗ്രഹിച്ചു പോകുന്നതല്ലാതെ മറ്റിടങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വഴിത്തിരിവ് മാത്രമാണിത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കതൊരു സങ്കടമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ഈ ഒരു ജീവിതം, ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്തിനാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്നത് എന്തും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മുന്നോട്ടേക്ക് പോകും തോറും ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും എന്തിനാണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് വിദേശത്തേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളും പലരും വിദേശത്തേക്ക് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു മാസമായിരിക്കും. മുന്നോട്ടേക്കുള്ള മാസങ്ങളിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന അതായത് ഒരു മാറ്റം, ചെറിയൊരു രീതിയിലുള്ള മാറ്റമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീട് മാറുന്നതും ആവാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജാതകവശാലുള്ള യോഗം അനുസരിച്ചിട്ടാണ്. ടവർ എനർജിയാണ്. ടവർ എനർജി സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച വഴിക്ക് പോകാതെ മറ്റ് രീതിയിലേക്ക് പോകുമ്പോൾ നമ്മളതൊരു നെഗറ്റീവ് രീതിയിലേക്ക് അതിനെ കാണുന്നുണ്ട് എങ്കിൽ ഇത് മനസ്സിലാക്കുക. ഒരു ടവർ മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കുന്നത് അതല്ല അതിൻ്റെതായിട്ടുള്ള രീതി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ആയിരിക്കില്ല നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങളെക്കാൾ മികച്ചതായിട്ട് ആ ഒരു പ്രപഞ്ചശക്തി നമ്മൾക്ക് കരുതി വെച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾക്കത് മനസ്സിലാവില്ല. നമ്മുടെ ആ ഒരു വാശിയുടെ പുറത്ത് എനിക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച ചില കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആ വാങ്ങിക്കുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ, കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞാലും മാതാപിതാക്കൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും ഇത് വാങ്ങിക്കണ്ട എന്ന്. പക്ഷെ നിങ്ങൾക്ക് അത് തന്നെ വേണം. പിന്നീട് അത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു സാഹചര്യം. നിങ്ങൾക്ക് വേണ്ടതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടാവും. ആ ഒരു സാഹചര്യമാണ് ഇപ്പൊ കാണുന്നത്. മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. പിന്നെ 2 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ വരുമാന മാർഗം, 2 തരത്തിലുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോലിയും അതോടൊപ്പം തന്നെ ബിസിനസ്സോ മറ്റ് ചെറുകിട വ്യവസായമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം മറ്റ് തരത്തിൽ വരുമാനം കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് 2 ഓഫ് പെന്റക്കിൾസ് എനർജി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വരുമാനം കൂടുന്നതും നിങ്ങളുടെ പല പല കാര്യങ്ങളിലുള്ള മാറ്റങ്ങളും മറ്റുള്ളവരിൽ കുറച്ച് അസൂയാവഹമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കി തീർക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ മാറി നിൽക്കുന്നിടത്ത് ആത്മവിശ്വാസത്തോട് കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റുള്ളവരിൽ ചെറിയൊരു, കാരണം നിങ്ങളുടെ കൂടെ നിന്നിരുന്നവര് നിങ്ങൾ മുകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നല് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ശരിയായിട്ടുള്ള രൂപം മനസ്സിലാക്കാൻ പറ്റുന്നൊരു മാസമാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ 7 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു 7 ഓഫ് ഫോൺസ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ താല്പര്യം പ്രകടിപ്പിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയും, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനെയും അമിതമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ എല്ലാം വളരെ വികാരാധീനരായിട്ട് കാണുന്നു. പെട്ടെന്ന് സങ്കടവും ദേഷ്യമൊക്കെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വളരെ പക്വതയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വികാരത്തിനൊക്കെ അടിമപ്പെട്ടു പോവാതെ മറിച്ച് ഈ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഈ ഒരു മാസം എന്ന് പറയുന്നത് പലരും യോഗ പോലുള്ള കാര്യങ്ങളോ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ അങ്ങനെ കോഴ്സസ് ഒക്കെ എടുക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. പൊതുവെ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടപ്പെട്ട് കരയുന്ന ആളുകളാണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.